സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ SITക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. എന്തൊക്കെയാണ് SITക്ക് മേലുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ? ഒന്ന്, 3 മാസമായിട്ടും കുറ്റപത്രം നൽകാനായിട്ടില്ല. ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. ഒക്ടോബർ മാസം രജിസ്റ്റർ ചെയ്ത കേസിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസവും കഴിയുന്നു. പക്ഷേ കുറ്റപത്രം തയ്യാറാക്കാൻ കഴിയുന്നില്ല. കൂടുതൽ പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമോ എന്നൊരാശങ്കയുമുണ്ട്. ഫെബ്രുവരി 3-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടളപ്പാളി കേസിലും 90 ദിവസം തികയുന്നത്. ഇപ്പോൾ ദ്വാരപാലക ശില്പപാളികളുടെ കാര്യത്തിലുണ്ട്. ഇനി കട്ടളപ്പാളിയിലൂടെ കിട്ടിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തുവരും. 3, കേസിലെ തൊണ്ടി മുതൽ ഇതുവരെയും കണ്ടെത്താനായില്ല. ആകെ കണ്ടെത്തിയത് 4710 ഗ്രാമിൽ 471 ഗ്രാമോ മറ്റോ ആണ് എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 4, എത്രത്തോളം തട്ടിപ്പ് നടന്നു എന്നതും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് തട്ടിപ്പിന്റെ വ്യാപ്തി എത്രയുണ്ട്, എവിടെയാണ് ഈ സ്വർണം കളഞ്ഞുപോയത്, ആരാണ് ഈ സ്വർണം കൊണ്ടുപോയത്, ആ സ്വർണം കിട്ടിയിട്ടില്ല. കണ്ടുകെട്ടിയ സ്വർണം ശബരിമലയിലേത് തന്നെയെന്ന് സ്ഥിരീകരിക്കാനായില്ല. അതൊരു സ്വർണ്ണക്കട്ടിയായിട്ടാണ് റോന്തം ജുവലറിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തൊണ്ടി മുതലെന്ന് ഉറപ്പിക്കാത്ത സ്വർണം എന്തിന് കസ്റ്റഡിയിലെടുത്തു എന്നതും നിയമപ്രശ്നമായി തീരും. കുറ്റപത്രം വൈകുന്നതിന് കാരണവും ഈ നിയമപ്രശ്നങ്ങളാണെന്നാണ് സൂചന. മുരാരി ബാബുവിനെ ഒക്ടോബർ 23-ന് അറസ്റ്റ് ചെയ്തു. ജനുവരി 21-ന് 90 ദിവസം പൂർത്തിയായതോടെ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ 17-ാം തീയതിയാണ്. ജനുവരി 15-ന് 90 ദിവസമായി. 2-ാം കേസിലെ അറസ്റ്റ് നവംബർ 3-ാം തീയതി ആയതുകൊണ്ട് ഫെബ്രുവരി 1-ന് 90 ദിവസം പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും 2-ാം തീയതിയോ 3-ാം തീയതിയോ ജാമ്യം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ 1-ാം പ്രതി തന്നെ ജാമ്യത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാവും. ഡി സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് നവംബർ 1-നാണ്. ജനുവരി 30-ന് 90 ദിവസം പൂർത്തിയാവും. സുധീഷ് കുമാറും പുറത്തിറങ്ങും. KS ബൈജുവിന്റെ അറസ്റ്റ് നവംബർ 6-നാണ്. ഫെബ്രുവരി 4-ാം തീയതി 90 ദിവസം പൂർത്തിയാകും. ബൈജുവും പുറത്തിറങ്ങും. N വാസുവിന്റെ അറസ്റ്റ് നവംബർ 11-നാണ്. ഫെബ്രുവരി 9-ാം തീയതി 90 ദിവസമാകും. N വാസുവും പുറത്തിറങ്ങും. A പത്മകുമാറിന്റെ അറസ്റ്റ് നവംബർ 20-ാം തീയതി ആയിരുന്നു. ഫെബ്രുവരി 18-ന് 90 ദിവസം പൂർത്തിയാകും. 19-ാം തീയതി പത്മകുമാറും പുറത്തിറങ്ങും. ഉടൻ കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ ഇടയാക്കുമെന്നതാണ് SIT നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, അതായത് അടുത്ത ഫെബ്രുവരി മാസം 20-ാം തീയതി ആകുന്നതോടെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട് ജയിലിലുള്ള മുഴുവൻ പ്രതികളും ജയിലിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. അത് വലിയ രീതിയിൽ SITക്ക് ക്ഷീണമായി മാറും. അതിനു മുമ്പ് ഭാഗിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ വേണ്ടിയാണോ SITയുടെ നീക്കം? ഇപ്പോൾ സ്വാഭാവിക ജാമ്യത്തിന്റെ കാര്യത്തിൽ SITക്ക് ചെറിയ ആശങ്കയുണ്ടോ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നത്? അരുൺ, ചെറിയ ആശങ്കയല്ല. ഫെബ്രുവരി ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പരമാവധി വേഗത്തിൽ ഭാഗിക കുറ്റപത്രം അല്ലെങ്കിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലായിരുന്നു SIT നേരത്തെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം തന്നെ തടയാം എന്നുള്ളതായിരുന്നു SIT വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് കൃത്യമായ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം നിലവിൽ SITയുടെ പക്കലില്ല. അതിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് അടക്കം കൃത്യമായി പറയാൻ ആ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് കഴിയുന്നില്ല. വിശദമായ ഒരു പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ അത് കുറ്റപത്രത്തിനോടൊപ്പം നൽകാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല തൊണ്ടി മുതലും ഇതിനകത്തില്ല. അതായത് ഒരു ശാസ്ത്രീയ അടിത്തറയോ അല്ലെങ്കിൽ തൊണ്ടി മുതൽ ലഭിച്ചു എന്നുള്ള കാര്യമോ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. ഒരുപക്ഷെ കോടതി അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയില്ല. കോടതിയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കുറ്റപത്രം കോടതി അംഗീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ സാങ്കേതികമായി നിലനിൽക്കൂ. അതുകൊണ്ടാണ് SIT ഇപ്പോൾ ഒരു കടുത്ത വെല്ലുവിളി അതിൽ നേരിടുന്നത്. ഏതെങ്കിലും ഒരു നിലയിൽ ഈ കുറ്റപത്രത്തെ സാധൂകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലമോ അല്ലെങ്കിൽ ഈ തൊണ്ടി മുതൽ കിട്ടി എന്നുള്ളതിന്റെ രേഖയോ അടക്കമുള്ള കാര്യങ്ങൾ വേണം. നിലവിൽ SITയെ സംബന്ധിച്ച് ഉടനെയൊന്നും, അതായത് ഫെബ്രുവരി ആദ്യ ആഴ്ച ഒന്നും തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്കിറങ്ങും എന്നുള്ള കാര്യം തന്നെ SITക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം സുധീഷ് കുമാറും ബൈജുവും ഒരുപക്ഷെ വാസുവും വരെ പുറത്തേക്കിറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഇനിയിപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ ഒരു വിശദ റിപ്പോർട്ട് VSSൽ നിന്ന് ലഭിക്കാൻ എന്തായാലും കുറഞ്ഞത് 1.5 ആഴ്ചയെങ്കിലും എടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും അത് സമർപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിന് നിയമ വിദഗ്ധരുമായി ആലോചിക്കണം. അങ്ങനെ നിരവധി കടമ്പകൾ SITയുടെ മുമ്പിലുണ്ട്. എന്തായാലും വാസു വരെയുള്ളവർക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്നുള്ളതാണ് SITയുടെ ഇപ്പോഴത്തെ പോക്ക് വെച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ഹരി. ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി ഉരുക്കിയ യഥാർത്ഥ സ്വർണം കണ്ടെത്തുക എന്നത് SIT സ്വപ്നം മാത്രമാണ് എന്ന് ഇമ്പിച്ചിക്കോയ പറയുന്നു. ഇമ്പിച്ചിക്കോയ, താങ്കൾ പറഞ്ഞത് അതിനകത്തൊരു വാസ്തവമുണ്ട്. ഈ സ്വർണ്ണമൊക്കെ ഉരുക്കി ഏതെങ്കിലും വലിയ ആളുകളുടെയൊക്കെ കയ്യിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ ആ ഉരുക്കിയ സ്വർണം ഇനി അവിടെ നിന്ന് കണ്ടെത്തി അതിന്റെ കാലപ്പഴക്കം നിശ്ചയിക്കാനൊന്നും പറ്റൂല. എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? ഉരുക്കിയെടുത്തതാണ്. മാത്രമല്ല പ്രേക്ഷകർ ഓർമ്മിക്കണം, അന്ന് വിജയമല്യ ഈ ചെമ്പ് പാളിയിൽ ഈ സ്വർണം പൊതിയുമ്പോൾ അത് ക്ലാഡ് ചെയ്ത് പിടിപ്പിക്കുക ചെയ്തത്. അതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉരുക്കിയ സ്വർണത്തിന്റെ കാലപ്പഴക്കം നിങ്ങൾ എങ്ങനെ നിശ്ചയിക്കും?
പ്രശ്നമല്ലേ? അതാണ് SIT നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ചില പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് ആശ്വാസം? ഒട്ടും ആശ്വാസമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അയ്യപ്പൻ്റെ ഒരു തരി പൊന്ന് കട്ട ഈ തന്ത്രിയാണെങ്കിലും പോറ്റിയാണെങ്കിലും പോറ്റിക്കൊപ്പം നിന്നവരാണെങ്കിലും ഒക്കെ പിടിയിലാവണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ അതിന് ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ഒരു ഭാഗവും ഉണ്ടാക്കുന്നത് ശരിയല്ല. അത് സോണിയാഗാന്ധിയുടെ പേരിലാണെങ്കിലും ശരി, കടകംപള്ളിയുടെ പേരിലാണെങ്കിലും ശരി, അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാ ബന്ധങ്ങളും നമ്മൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന പേരിൽ രാഷ്ട്രീയ നേട്ടം കൊടുക്കുന്നത് ശരിയല്ല. വിഷയം എന്താ? സ്വർണം പോയതാ, അത് കണ്ടെത്തണം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയുന്നു, ഈ തെളിയിക്കാൻ പറ്റാത്ത കേസായി മാറുകയാണ് ഈ കേസ്. ഓരോരുത്തരായി പുറത്തിറങ്ങിയ കേസ് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കും എന്ന് മോഹൻദാസ് പറയുന്നു. മോഹൻദാസ് അങ്ങനൊരു സംശയം ഇല്ലാതില്ല എങ്കിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും, കാത്തിരിക്കാം. എന്തായാലും പ്രതികളൊക്കെ പുറത്തു വന്നു, അവർ അനുഭവിക്കാനുള്ളതൊക്കെ കുറേയൊക്കെ അനുഭവിച്ചു. ഇനി പക്ഷേ അവർ പുറത്തിറങ്ങി പോകുമെന്നുള്ളതാണ് കാര്യം. പ്രതികളുടെ അഭിഭാഷകൻ ചോദിക്കും, സാർ ഇവിടെ എന്താ പ്രശ്നം? തൊണ്ടി മുതൽ എവിടെ? കഴിഞ്ഞില്ലേ? തൊണ്ടി മുതൽ എവിടെ? തൊണ്ടി മുതൽ കണ്ടെത്താതെ നിങ്ങൾക്ക് കട്ടവനെ ശിക്ഷിക്കാൻ പറ്റൂ? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ.